ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇതൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു വ്ലോഗ് ഉണ്ടല്ലോ, കാര്യമായിട്ട് എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസിൻ്റെ പ്ലസ് കുക്കിംഗ്, പിന്നെ വിൻഡോ എല്ലാം ക്ലീൻ ആക്കുന്നതും ഇങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടാട്ടെ ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. രാവിലെ 8:30 ആ ഒരു ടൈമിന് ഇപ്പം ഇതാ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഇതാ കുറച്ച് മാവ്, 2-3 ദോശക്കുള്ള മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ദോശ ചുട്ടിട്ട് അതിൻ്റെ മുകളിലുണ്ടല്ലോ ഇങ്ങനെ ചിപ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊടിയാക്കിയിട്ട് മേലെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് കൊടുത്തേ. അങ്ങനെ അതാട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടിയെ കൊടുത്തു. നെക്സ്റ്റ് ഇതാ ഫ്രിഡ്ജെല്ലോ ക്ലീനിങ് ആക്കാനായിട്ട് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജ്, കാരണം ഞാൻ വീക്ക്ലി ഓരോന്നോരോന്ന് എടുത്തിട്ട് ക്ലീൻ ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്രിഡ്ജിൻ്റെ തട്ടിയിട്ട് കുട്ടികളെല്ലാം എടുക്കുമ്പോൾ മറിയല്ലോ, അതെല്ലാം മെയിനായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ഉണ്ടാവും. ക്ലീനിങ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൈക്കല്ലെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഫ്രിഡ്ജിലേട്ടേക്ക് വെക്കുന്നതെല്ലോ ഞാൻ ഇതിന് ശേഷം കൊടുക്കുക അങ്ങനെ കേട്ടോ. കാരണം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൈയിട്ട് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഡ്രൈ ആയതിനു ശേഷമല്ലേ അതിൻ്റെ അകത്തോട്ടേക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിപ്പോയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാനൊരു 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ടുള്ള സാധനം എല്ലാം വെക്കാനായിട്ട് ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം പുറത്ത് വെച്ച് ഉരുളക്കിഴങ്ങെല്ലാം കുറച്ച് കേട് വരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നന്നായിട്ട് കൈയിട്ട് ഡ്രൈ ആക്കാനായിട്ട് വെച്ച് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാനായിട്ട് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഇനിയിപ്പോൾ സാധനമെല്ലാം വരുമ്പോൾ ഒപ്പരോ എല്ലോ ആക്കാം. പിന്നെ അതുവരെ ഇതുവരെ അങ്ങനെ ആക്കണ്ട, എന്നാൽ പിന്നെ നല്ലോണം ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പുറത്ത് ഇങ്ങനെ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനം പുതുതായിട്ട് വന്നതെല്ലോ ഞാനെല്ലോ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വ്ലോഗ് ഞാൻ പിറ്റേന്ന് മോർണിംഗ് ആ ഒരു ടൈമായിട്ട് എടുക്കുന്ന ടൈം ഒരു 8:30 ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനുണ്ടല്ലോ ലഞ്ചിൻ്റെ പണിയെല്ലാം നോക്കാനായിട്ട് വിചാരിച്ചു. ലഞ്ചിന് എനിക്ക് ഏറ്റവും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ചോറ്
നിൽക്കുമ്പോൾ അല്ലേ നമുക്ക് കുറേ കറിയും കുറേ ഐറ്റംസുകളെല്ലാം ഉണ്ടാക്കുന്നു. ജിമ്മിനെല്ലാം പോകുന്നത് കൊണ്ട് തന്നെ ചിക്കൻ എന്തെങ്കിലും ഫ്രൈ ആക്കാനും പിന്നെ ബ്രോക്കോളിയോ അങ്ങനത്തെ പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സാലഡ്സ് അങ്ങനത്തെ എന്തെങ്കിലും എല്ലാം മതി. അതുകൊണ്ട് എനിക്ക് അത്ര ലഞ്ചിന് അത്ര പണി ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും റൈസ് എന്തെങ്കിലും ഉണ്ടാക്കല്, ചിക്കന് ഫ്രൈ ആക്കി കൊടുക്കും, പിന്നെ ദാൽ കറി അങ്ങനെയല്ലോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കും. പിന്നെ ഇതാ ഞാനുണ്ടല്ലോ മൂക്കുണ്ടല്ലോ ഇങ്ങനെ ദോശൻ്റെ ബാറ്റർ ഉണ്ടല്ലോ ഉണ്ടേനു. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെ ദോശ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ചീസ് ഒന്നിങ്ങനെ സ്പ്രെഡ് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കല കേട്ടാ. ആറ്റൊന്നിലല്ലോ ഏതെങ്കിലും ഷേപ്പിൽ റോൾ ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ സാൻഡ്വിച്ച് എല്ലാം പോലെ ദോശ മടക്കിയിട്ട് അങ്ങനെയല്ലോ. സാൻഡ്വിച്ച് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഇതാ കുറച്ച് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചെടുത്തതെന്ന് വെച്ചാൽ ഓൾ കുടിക്കുന്നൊരു കണക്കിനൊക്കെ അറിയാം. ഇതേന്നെ കുടിപ്പിക്കാനായിട്ട് വലിയ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ചെടുത്താൽ പിന്നെ വേണമെങ്കിൽ എൻ്റെ ഒരു പറയൂ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് വേസ്റ്റ് ആവും. ഞാനെപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കളയല, അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കും അങ്ങനെയല്ലോ. പക്ഷെങ്കിൽ ബോട്ടിൽ നമ്മൾ പാല് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബോട്ടിൽ നിന്ന് എടുത്തിട്ട് അതത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ കുറച്ചായിട്ട് കൊടുക്കാൻ. അങ്ങനെ ഇതാ മൂക്ക് ഫുഡ് ഒരിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഒരു വീഡിയോ ഇന്ന് നൈറ്റ് എടുക്കുന്നേ. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് കൊടുക്കുന്ന അതുകൊണ്ട് ഭയങ്കര ലോങ് ആയി പോകും വീഡിയോ. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ആക്കട്ടാ. അങ്ങനെ ഉണ്ടല്ലോ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയായിട്ടുള്ളൂ. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോസ് എല്ലോ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരെല്ലാം ഉണ്ടാവൂലേ. അങ്ങനെയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കുക, കമൻസിൽ നല്ല നല്ല കമൻസ് എല്ലാം പറയാം. അങ്ങനെ ഇതാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.